ശരിക്കും ക്രിയേറ്റീവ് ആണോ മെറ്റ ആഡ്സിൻ്റെ പുതിയ ടാർഗറ്റ്? ഹായ്, ദിസ് ഈസ് ഷുഹൈൽ അയ്യൂബ് ഖാൻ. ഞാനൊരു ഡിജിറ്റൽ മാർക്കറ്റിംഗ് എക്സ്പെർട്ടാണ് അറ്റ് കാറ്റലിസ്റ്റ് എഡ്യൂക്കേഷൻ. ടാർഗറ്റിംഗ് പെർഫെക്റ്റായി ചെയ്തു, ബഡ്ജറ്റും ഇട്ടു, ആഡ് റൺ ചെയ്തു, ബട്ട് റിസൾട്ട് നോ റിസൾട്ട്. പ്രോബ്ലം ടാർഗറ്റിങ്ങിലല്ല, പ്രോബ്ലം ആഡ്സിൻ്റെ കോണ്ടന്റിലാണ്. അത് ഞാൻ ഇന്ന് സിമ്പിളായിട്ട് എക്സ്പ്ലെയിൻ ചെയ്തു തരാം. മുമ്പ് മെറ്റ ആഡ്സ് എങ്ങനെയായിരുന്നു? ഏജ്, ഇൻട്രസ്റ്റ്, ലൊക്കേഷൻ ഇതേപോലുള്ള ഡീറ്റെയിൽ ടാർഗറ്റിംഗ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ മെറ്റയിൽ ആഡ്സ് റൺ ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പോൾ അതിൽ നിന്നൊക്കെ മാറി നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന ക്രിയേറ്റീവ് മെറ്റ തന്നെ അനലൈസ് ചെയ്ത് ഈ ആഡ് ആരൊക്കെ അട്രാക്ട് ചെയ്യുന്നു എന്ന് മെറ്റ തന്നെ ഡിസൈഡ് ചെയ്യുന്നു. സിമ്പിളായി പറഞ്ഞാൽ ഈ ആഡിൻ്റെ വേർഡ്സ്, വിഷ്വൽ, ടോൺ ഇവയൊക്കെ മനസ്സിലാക്കി ഈ ആഡ് ആരൊക്കെ റെസ്പോണ്ട് ചെയ്യും എന്ന് മെറ്റ തന്നെ കണ്ടുപിടിക്കുന്നു. അത് നമ്മൾ ടാർഗറ്റ് ചെയ്യുന്നതിനേക്കാൾ ആക്യുറേറ്റ് ആയിരിക്കും. അതുകൊണ്ടാണ് ആഡിൻ്റെ കോണ്ടന്റ് അല്ലെങ്കിൽ ക്രിയേറ്റീവ് അത്രയ്ക്ക് ഇമ്പോർട്ടൻ്റ് ആകുന്നത്. ക്രിയേറ്റീവ് ഇമ്പോർട്ടൻ്റ് ആണെന്ന് മനസ്സിലായി, പക്ഷേ എക്സാക്ട്ലി എന്ത് ക്രിയേറ്റീവ് ഉണ്ടാക്കണം? ഇവിടെ ഒരു വേർഡ് മനസ്സിലാക്കണം: ആംഗിൾസ്. ആംഗിൾ എന്നാൽ കസ്റ്റമർ വാങ്ങാനുള്ള റീസൺ. ഓരോ കസ്റ്റമറിനും ഓരോ റീസൺ ഉണ്ടാകും. ആ റീസണിലേക്ക് ഡയറക്റ്റ്ലി സംസാരിക്കുന്ന ആഡാണ് വർക്ക് ചെയ്യുന്നത്. ഇതിൽ മെയിനായിട്ട് 4 ആംഗിളുകളുണ്ട്. നമ്പർ 1 പ്രോബ്ലം ആംഗിൾ, നമ്പർ 2 പ്രൂഫ് ആംഗിൾ, നമ്പർ 3 ഡ്രീം ആംഗിൾ, നമ്പർ 4 ഓഫർ ആംഗിൾ. നമ്പർ 1 പ്രോബ്ലം ആംഗിൾ, കസ്റ്റമേഴ്സിൻ്റെ പ്രോബ്ലം മനസ്സിലാക്കി അത് സോൾവ് ചെയ്യാനുള്ള കോണ്ടന്റ് ക്രിയേറ്റ് ചെയ്യും. നമ്പർ 2 പ്രൂഫ് ആംഗിൾ, റിസൾട്ട് കാണിക്കുന്ന രീതിയിലുള്ള കോണ്ടന്റുകൾ ക്രിയേറ്റ് ചെയ്യുക. നമ്പർ 3 ഡ്രീം ആംഗിൾ, കസ്റ്റമർ ആകാൻ പോകുന്ന ഓഡിയൻസിനെ നിങ്ങളുടെ ബെറ്റർ വേർഷൻ കാണിക്കുക. നമ്പർ 4 ഓഫർ ആംഗിൾ, ഡീൽ അല്ലെങ്കിൽ ഓഫർ ക്ലിയർ ആയി പറയുക. ഈ 4 മെയിൻ ആംഗിളുകൾ നിങ്ങളുടെ കോണ്ടന്റിൽ നിങ്ങൾ ക്രിയേറ്റ് ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ ആഡ് നെക്സ്റ്റ് ലെവലിലേക്ക് പോകും. ഇനി പ്രാക്ടിക്കലായി ഒരു ക്യാമ്പയിൻ എങ്ങനെയാണ് സെറ്റപ്പ് ചെയ്യാൻ നോക്കാം. സ്റ്റെപ്പ് 1 ടെസ്റ്റിംഗ് ക്യാമ്പയിൻ. ചെറിയ ബഡ്ജറ്റിൽ ഓരോ ആംഗിളിനും ഓരോ ആഡായി റൺ ചെയ്യുക. അതിൽ ഏത് ആംഗിളിനാണ് റെസ്പോൺസ് കൂടുതൽ അത് മോണിറ്റർ ചെയ്യുക. സ്റ്റെപ്പ് 2 സ്കെയിലിംഗ് ക്യാമ്പയിൻ. ടെസ്റ്റിൽ വിന്നർ ആവുന്ന ആംഗിളിന് കൂടുതൽ ബഡ്ജറ്റ് പ്രൊവൈഡ് ചെയ്യുക. പ്രൂവൺ ആയതിന് മാത്രം സ്പെൻഡ് ചെയ്യുക. സിമ്പിളാണ്. ക്യാമ്പയിൻ ടെസ്റ്റ് ചെയ്യൂ, വിന്നറിനെ സ്കെയിലപ്പ് ചെയ്യും. മെറ്റ ഇപ്പോൾ ആഡ്സിൻ്റെ കോണ്ടന്റ് നോക്കിയാണ് ഓഡിയൻസിനെ കണ്ടുപിടിക്കുന്നത്. നിങ്ങൾ ഓഡിയൻസിനെ സെറ്റ് ചെയ്യേണ്ട ആവശ്യം. ക്രിയേറ്റീവാണ് പുതിയ ടാർഗറ്റിംഗ്. അതുകൊണ്ട് ഓരോ ആഡ്സും ഒരു ക്ലിയർ ആംഗിളോടെ ഉണ്ടാക്കുക. മൾട്ടിപ്പിൾ ആംഗിൾസ് ടെസ്റ്റ് ചെയ്യുക, വിന്നറിനെ സ്കെയിൽ ചെയ്യുക. ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. കമൻറ്റിൽ നിങ്ങളുടെ എക്സ്പീരിയൻസ് പറയൂ. ഹെൽപ്ഫുൾ ആണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യൂ.